ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള ഒരു പേപ്പറാണ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഓവർവ്യൂ ഓഫ് ദ ഫിസിക്കൽ ജിയോഗ്രഫി ഓഫ് വെസ്റ്റ് ഏഷ്യ or Middle East. The southwest part of Asia is generally termed as West Asia. Different names are used to denote this area, that is Near East, Middle East, West Asia, Southwest Asian, etc. Most common of these are West Asia and Middle East. Middle East is a ecocentric term. Middle East and Near East are used by the Europeans and Western media to denote the oil-rich countries of Asia. Since these countries are locating in the southwestern part of Asia, West Asia is the apt term to denote the region. As far as India is concerned, there is no general agreement among scholars regarding territories and the population of the region. പശ്ചിമേഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ പൊതുവെ വെസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തെ വ്യത്യസ്തമായ പേരുകൾ ഉപയോഗിച്ച് വിളിക്കുന്നുണ്ട്. അതായത് സമീപ കിഴക്ക്, മിഡിൽ ഈസ്റ്റ്, പശ്ചിമേഷ്യ, സൗത്ത് വെസ്റ്റ് എന്നീ പേരുകളിലെല്ലാം തന്നെ ഈ ഒരു പ്രദേശത്തെ വിളിക്കുന്നുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും പശ്ചിമേഷ്യയും മിഡിൽ ഈസ്റ്റുമാണ്. മിഡിൽ ഈസ്റ്റ് ഈസ് എ എക്കോസെൻട്രിക് ടേം. മിഡിൽ ഈസ്റ്റ് ആൻഡ് നിയർ ഈസ്റ്റ് ആർ യൂസ്ഡ് ബൈ യൂറോപ്യൻസ് എന്നും നിയർ ഈസ്റ്റ് എന്നും ഉപയോഗിച്ചിട്ടുള്ള യൂറോപ്യൻസ് ആണ്. വെസ്റ്റേൺ മീഡിയ അഥവാ പാശ്ചാത്യ മാധ്യമങ്ങൾ ഏഷ്യയിലെ ഓയിൽ റിച്ച് കൺട്രീസിനെയാണ് മിഡിൽ ഈസ്റ്റ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഏഷ്യയിലെ സമ്പന്ന രാജ്യങ്ങളാണിവ. ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമേഷ്യ എന്നത് ഈ പ്രദേശത്ത് സൂചിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള പദമാണ്. ഇന്ത്യ എന്നതുപോലെ തന്നെ പ്രദേശത്തെ പണ്ഡിതന്മാർക്കിടയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ പൊതുവെ വെസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കുന്നു. ഈ പ്രദേശത്തെ വ്യത്യസ്തമായ പേരുകൾ ഉപയോഗിച്ച് വിളിക്കുന്നു. അതായത് സമീപ കിഴക്ക്, മിഡിൽ ഈസ്റ്റ്, പശ്ചിമേഷ്യ, സൗത്ത് വെസ്റ്റ് ഏഷ്യ എന്നീ പേരുകളിൽ വിളിക്കുന്നുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും പശ്ചിമേഷ്യയും മിഡിൽ ഈസ്റ്റുമാണ്. മിഡിൽ ഈസ്റ്റ് ഒരു എക്കോസെൻട്രിക് ടേമാണ്. മിഡിൽ ഈസ്റ്റും നിയർ ഈസ്റ്റും യൂറോപ്യന്മാർ വിളിച്ച പേരാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ മിഡിൽ ഈസ്റ്റ് എന്ന പദം കൊണ്ട് ഓയിൽ റിച്ച് ആയിട്ടുള്ള കൺട്രീസിനെയാണ് അവർ സൂചിപ്പിക്കുന്നത്. ഏഷ്യയിലെ സമ്പന്ന രാജ്യങ്ങൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമേഷ്യ എന്നത് ഈ പ്രദേശത്ത് സൂചിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു പദമാണ്. ഈ പ്രദേശത്തെയും അതിലെ ജനങ്ങളെയും സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. Generally speaking, following nations included in this region they are Saudi Arabia, Iraq, Turkey, Israel, Palestine, Egypt, Iran, Yemen, Oman, Qatar, Lebanon, Kuwait, Jordan, Libya, Sudan, ബഹ്റൈൻ, UAE. യുടെ അണ്ടറിൽ വരുന്നതാണ് ദുബായ്, അബുദുബായ്, ഷാർജ, റാസൽ ഖൈമ, അജ്മാൻ, ഉമ്മുൽ ഖിറോവൻ എന്നിവ. ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് താഴെ പറയുന്ന രാജ്യങ്ങളുണ്ട്. അതായത് സൗദി അറേബ്യ, ഇറാഖ്, തുർക്കി, ഇസ്രായേൽ, പാലസ്തീൻ, ഈജിപ്ത്, ഖത്തർ, ലെബനോൻ, ജോർദാൻ, കുവൈത്ത്, ലിബിയ, സുഡാൻ, ബഹ്റൈൻ, UAE അഥവാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇതിൽ വരുന്നതാണ് ദുബായ്, അബുദുബായ്, ഷാർജ, റാസൽ ഖൈമ, അജ്മാൻ ഇങ്ങനെ വരുന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഇതെല്ലാം അടങ്ങിയതാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്നുള്ള ആ ഒരു ഏരിയ.
During the 13th century, West Asian countries were governed by the Ottoman Empire. After the decline and fall of the empire, the countries of the region came under the European influence. During the middle of the 20th century, they attained freedom and formed as independent sovereign state. 13ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കും പതനത്തിന് ശേഷം ഉള്ള കാലഘട്ടമായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ പ്രദേശത്തെ രാജ്യങ്ങൾ യൂറോപ്യൻ സ്വാധീനത്തിന് കീഴിൽ വന്നു. 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അവർ സ്വാതന്ത്ര്യം നേടുകയും സ്വതന്ത്ര സോവിയറ്റ് സ്റ്റേറ്റുകളായിട്ട് സ്വതന്ത്രമായിട്ടുള്ള സോവറിൻ സ്റ്റേറ്റ്സുകളായിട്ട് പരമാധികാര രാജ്യങ്ങളായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ, Britain and France divided most of the areas themselves and established the mandate system. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരും ഫ്രാൻസും ഭൂരിഭാഗം പ്രദേശങ്ങളെയും വിഭജിച്ചെടുക്കുകയും അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ബിഫോർ ദ സെക്കൻഡ് വേൾഡ് വാർ, USA had no interest in West Asian affairs. After the war, USA and USSR became greatly concerned with the affairs of region. Following factors are responsible for this changing tendency. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ USA-ക്കോ അല്ലെങ്കിൽ USSR-നോ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ യുദ്ധത്തിന് ശേഷം USA-യും USSR-ഉം ഈ പ്രദേശത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ദ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ ഓഫ് വെസ്റ്റ് ഏഷ്യ. പശ്ചിമേഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനം എന്നുള്ളതാണ്. ദ എയർ, ലാൻഡ് ആൻഡ് സീ റൂട്ട്സ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഈസ് പാസിംഗ് ത്രൂ വെസ്റ്റ് ഏഷ്യ. ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് എയർ റൂട്ട് ആസ് വെൽ ആസ് ദ സീ റൂട്ട് between Asia and Europe. By the middle of the 20th century, a series of international airports developed in various parts of West Asia. Example, International Airport of Istanbul, Turkey. International Airport of Beirut, Lebanon. International Airport of Tel Aviv, Israel. International Airport of Cairo, Egypt. International Airport of Iran, Tehran. യൂറോപ്പിലെ എയർ ലാൻഡ് സീ റൂട്ടുകളും, അതായത് യൂറോപ്പും വെസ്റ്റ് ഏഷ്യയും തമ്മിലുള്ള യൂറോപ്പിനെയും വെസ്റ്റ് ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എയർ, ലാൻഡ് ആൻഡ് സീ റൂട്ടുകൾ ഈ പ്രദേശത്തുകൂടെ കടന്നു പോകുന്നു. അതുപോലെ യൂറോപ്പിനെയും ആഫ്രിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരമാർഗങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള എയർ റൂട്ട്. യൂറോപ്പിനെയും വെസ്റ്റ് ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള എയർ റൂട്ട് ഏതാണ്? മിഡിൽ ഈസ്റ്റ് കൂടിയുള്ള എയർ റൂട്ടാണ്. നിരവധി എയർപോർട്ടുകൾ ഈ ഒരു ഏരിയയിൽ ഡെവലപ്പ് ചെയ്തു വന്നു. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓഫ് ഇസ്താംബുൾ, ദെൻ ബൈറൂത്ത്, തെല്ലവൈവ്, ഖൈറോ, ടെഹ്റാൻ എന്നിവ. ദ ഡെവലപ്മെൻറ്റ് ഓഫ് എയർപോർട്ട് ഫെസിലിറ്റീസ് ഇൻക്രീസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വെസ്റ്റ് ഏഷ്യ. സ്റ്റാൻഡിംഗ് അറ്റ് ദ ജങ്ക്ചർ ഓഫ് വെസ്റ്റ് ഏഷ്യൻ links in this continents by land route and sea routes also, the Turkish Strait, Bosphorus, Dardanelles links Black Sea with Mediterranean Sea. Suez Canal links Mediterranean with the Red Sea, and the Strait of Aden links with the Red Sea with the Indian Ocean. Strait of Hormuz, Persian Gulf region with the Arabian Sea. Therefore, West Asia became crucial place
as far as Europeans are concerned. എയർപോർട്ട് സൗകര്യങ്ങളുടെ വികസനത്തോടു കൂടി പശ്ചിമേഷ്യയുടെ ഇറക്കുമതി വർദ്ധിച്ചു. ലാൻഡ് റൂട്ടിലൂടെയും സീ റൂട്ടിലൂടെയും ഈ ഭൂഖണ്ഡത്തിലെ പശ്ചിമേഷ്യൻ ലിങ്കുകളുടെ, അതായത് പശ്ചിമേഷ്യയെ പരസ്പരം ബന്ധിപ്പിക്കാൻ സാധിച്ചു. ടർക്കിഷ് സ്ട്രെയ്റ്റ് ബോസ്ഫറസ് ഡോണ്ടണസ് കരിങ്കടലിനെ മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. സൂയസ് കനാല് മെഡിറ്ററേനിയനെ ചുവന്ന കടലുമായിട്ട്, അതായത് റെഡ് സീയെ മെഡിറ്ററേനിയൻ സീയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് സൂയസ് കനാല്. ഏദൻ കടലിടുക്ക് റെഡ് സീയെ ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പേർഷ്യൻ ഗൾഫിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നത് ടോർമോസ് ആണ്. വെസ്റ്റ് ഏഷ്യ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ട് സൗകര്യങ്ങൾ വികസിച്ചതോടുകൂടി പശ്ചിമേഷ്യയുടെ ഇറക്കുമതി വർദ്ധിച്ചു. ലാൻഡ് റൂട്ടിലൂടെയും സീ റൂട്ടിലൂടെയും ഈ ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള കണക്ഷന് വർദ്ധിച്ചു. ടർക്കിഷ് സ്ട്രെയ്റ്റ് ബോസ്ഫറസ് ഡാഡോണസ് കരിങ്കടലിനെ മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധിച്ചു. സൂയസ് കനാല് മെഡിറ്ററേനിയൻ കടലിനെ റെഡ് സീയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഏദൻ കടലിടുക്ക് റെഡ് സീയെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു. അറബിക്കടലുമായ ടോർമോസ് പേർഷ്യൻ ഗൾഫിനെ ബന്ധിപ്പിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യ എന്ന് പറഞ്ഞത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറി. ഇമ്പോർട്ടൻസ് ഓഫ് വെസ്റ്റ് ഏഷ്യ. വെസ്റ്റ് ഏഷ്യ ഹാസ് എ യുണീക്ക് place in the history of world. Recently it is equated with the terrorism and sabotage, but it was the land of civilization and culture. Mesopotamian civilization, Babylonian, Sumerian and Assyrian civilization, Egyptian civilization contributed much more to the development of human civilization. ലോക ചരിത്രത്തിൽ പശ്ചിമേഷ്യക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. ഇപ്പോൾ തീവ്രവാദത്തിൻ്റെയും അട്ടിമറിയുടെയും പേരിലാണ് പശ്ചിമേഷ്യ അറിയപ്പെടുന്നത്. എന്നാൽ ഇത് നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും നാടായിരുന്നു ഒരു കാലത്ത്. മെസപ്പൊട്ടോമിയൻ നാഗരികതകൾ, അതിൽപ്പെട്ട ബാബിലോണിയൻ, സുമേറിയൻ, അസീരിയൻ നാഗരികതകൾ ഡെവലപ്പ് ചെയ്തത് ഈ പശ്ചിമേഷ്യയിലാണ്. അതുപോലെ ഈജിപ്ഷ്യൻ നാഗരികത ഡെവലപ്പ് ചെയ്തതും പശ്ചിമേഷ്യയിലാണ്. മനുഷ്യ സംസ്കാരങ്ങളുടെ വികസനത്തിന് വളരെയധികം സംഭാവന നൽകിയ ഒരു പ്രദേശമാണ് പശ്ചിമേഷ്യ എന്നുള്ളത്. ദ ഗ്രേറ്റ് സെമിറ്റിക് റിലീജിയൻസ് ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ജുദായിസം ഓൾസോ ഒറിജിനേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ദിസ് റീജിയൻ. ദ റീജിയൻ വാസ് സക്സസീവ്ലി എ പാസ്റ്റ് ഓഫ് ഗ്രീക്ക്, റോമൻ എംപയേഴ്സ്, Arabs, Mongols and Turkish empires. The culture of West Asia was the outcome of all these peoples as a government. മനുഷ്യ സംസ്കാരങ്ങളുടെ വികാസത്തിന് വളരെയധികം സംഭാവന നൽകിയ ഒരു പ്രദേശമായിരുന്നു പശ്ചിമേഷ്യ എന്ന് പറഞ്ഞാൽ. മഹത്തായ സെമിറ്റിക് മതങ്ങൾ, ഇസ്ലാം മതം, ക്രിസ്തു മതം, യഹൂദ മതം എന്നിവയുടെ ഉത്ഭവവും അതിൻ്റെ വികാസവും നടന്ന പ്രദേശമാണ് പശ്ചിമേഷ്യ. ഗ്രീക്കോ റോമൻ രാജ്യങ്ങൾ, അറബികൾ, മംഗോളുകൾ, ടർക്കിഷ് സാമ്രാജ്യങ്ങൾ ഇവയുടെ ഒരു ഭൂതകാലമായിരുന്നു. അതായത് ഇവിടെയൊക്കെ ഭൂതകാലത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് എത്താൻ പറ്റും. It occupies strategically important place in the world. The area lies at the almost trijuncture meeting place of three continents: Africa, Asia and Europe. It acted as a bridge of three continents and provided trade routes for the people of different countries. ഇത് തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. മൂന്ന് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ത്രികോണത്തിൽ മൂന്ന് ഭൂഖണ്ഡങ്ങൾ ഒന്നിക്കുന്ന ഒരു പ്രദേശമാണിത്. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ മൂന്ന് ഭൂഖണ്ഡങ്ങളുടെ സംഗമസ്ഥാനമാണ് ഈ ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വ്യാപാര മാർഗം കൂടിയായിരുന്നു ഇത്. Napoleon was the first monarch who realized the strategical importance of West Asia. Therefore, he crossed the Mediterranean Sea and occupied Egypt and
and part of Palestine in 1798. He treated West Asia as a gateway to Asia to crush British Indian Empire. Throughout the 9th century, the great power like Britain, France, Austria, Germany, Russia tried to establish their supremacy over the region. പടിഞ്ഞാറൻ ഏഷ്യയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം മനസ്സിലാക്കിയ ആദ്യത്തെ രാജാവായിരുന്നു നെപ്പോളിയൻ. അവിടെ അദ്ദേഹം മെഡിറ്ററേനിയൻ കടൽ കടന്ന് 1798 ഈജിപ്തും പലസ്തീൻ്റെ ഒരു ഭാഗവും കൈവശപ്പെടുത്തി. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തെ തകർക്കാനുള്ള ഏഷ്യയിലേക്കുള്ള ഒരു കവാടമായിട്ട് അദ്ദേഹം ഈ പ്രദേശത്തെ കണ്ടു. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രിയ, ജർമ്മനി, റഷ്യ ഈ പ്രദേശങ്ങളിൽ അദ്ദേഹം ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. The Second World War also increased the significance of West Asia. രണ്ടാം ലോക മഹായുദ്ധം പശ്ചിമേഷ്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. The Allied powers established a military base in West Asia from Iran to Tripoli, capital of Libya. They considered West Asia as a stepping stone for further expansion to the Eastern world. Thus, after the war, Western powers began to interfere in the affairs of West Asia. Therefore, West Asia became the main theater of conflicts between Western interests. സഖ്യശക്തികൾ വെസ്റ്റ് ഏഷ്യയിൽ ഒരു സൈനിക താവളം സ്ഥാപിച്ചു. ഇറാൻ മുതൽ ട്രിപ്പോളി വരെ കിഴക്കൻ ലോകത്തേക്ക് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടിയായി പശ്ചിമേഷ്യയെ കണക്കാക്കി. അങ്ങനെ യുദ്ധാനന്തരം പടിഞ്ഞാറൻ ശക്തികൾ പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ പാശ്ചാത്യ താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Excavation of petroleum. The excavation of petroleum, the lifeblood of modern technology and unprecedented growth of oil industry. West Asia, since the end of the Second World War, was a major factor and perhaps most important factor behind the significance of West Asia. Around 80% of petroleum exploring from West Asian countries. Europeans is not a position to live without the oil from the West Asia. Many large oil refineries, plants, large petroleum plants and gas refrigeration plants are situated in West Asia. Okay, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ റിസൾട്ടാണ് പെട്രോളിയം ഖനനം എന്ന് പറഞ്ഞാൽ. പശ്ചിമ ഏഷ്യയിലെ എണ്ണ വ്യവസായത്തിൻ്റെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം മുതൽ പശ്ചിമേഷ്യയുടെ പ്രാധാന്യത്തിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ഘടകവും ഇത് മൊത്തം ലോകത്തിൻ്റെ രീതികളെ മാറ്റിയെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. മൊത്തം പെട്രോളിയം ഖനനത്തിൻ്റെ 80% പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഉത്ഖനനം ചെയ്യുന്നത്, കുഴിച്ചെടുക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണയില്ലാതെ യൂറോപ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല. അതായത് ഏറ്റവും വലിയ എണ്ണ സംഭരണശാലകളും പെട്രോളിയം പ്ലാന്റുകളും ഗ്യാസ് ശീതീകരണ പ്ലാന്റുകളും നിലനിൽക്കുന്നത് പശ്ചിമേഷ്യയിലാണ്. The oil bloom generated employment opportunities, skilled and unskilled laborers from all over the world to West Asian countries, perhaps the West Asia largest and biggest employer. At present, Asia arrests attention of the world due to following reasons. First one, Western media depicts West Asia as the cradle of terrorism and religious fundamentalism. Creation of Israel state in 1948, May 15. Palestine soil was the root cause of the problems in the region. Even today, the conflict between Israel and Arab countries continues without the end. എണ്ണയുടെ കുതിച്ചുചാട്ടം ലോകമെമ്പാടുമുള്ള സ്കിൽഡും അൺസ്കിൽഡുമായിട്ടുള്ള ലേബേഴ്സിനെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും അവർക്ക് തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കാനും സാധിച്ചു.
ഒരു പക്ഷേ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറഞ്ഞാൽ അത് പെട്രോളിയം ഖനനം തന്നെ ആയിരിക്കും. ഇന്നത്തെ കാലത്ത് ഈ പ്രദേശങ്ങൾ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണെന്ന് നോക്കാം. പാശ്ചാത്യ മാധ്യമങ്ങൾ പശ്ചിമേഷ്യയെ തീവ്രവാദത്തിൻ്റെയും മതമൗലികവാദത്തിൻ്റെയും വിളനിലമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. പലസ്തീൻ മണ്ണിൽ 1948 മെയ് മാസത്തിൽ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടിയാണ് ഈ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇന്നും ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിക്കാതെ തുടരുകയാണ്. ദ ഇറാൻ റവല്യൂഷൻ ഓഫ് 1979, ദ ഇറാഖ് വാർ ഓഫ് 1988, ഇറാഖ് occupation of Kuwait 1990, US military intervention in Iraq in 2003, etc. are the burning issues of West Asia. West Asia is at present under the shadow of conflict between Iran and USA. All these factors are responsible for the increasing significance of this region. 1979 ഇറാൻ വിപ്ലവം, 1940 ട്രഗ് യുദ്ധം, ഇറാഖ് കുവൈത്ത് അധിനിവേശം, 2003 ഇറാഖിലെ US സൈനിക ഇടപെടൽ, ഈ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കാൻ ഇവയെല്ലാം കാരണങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വെസ്റ്റ് ഏഷ്യ എന്നുള്ള ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.